ചെങ്ങായിമാർ ഇന്നത്തെ ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്നറിയാം. നമ്മൾ ആർപി ഹുസൈനില്ലേ, ആർപി ഹുസൈന്റെ കോയ കോളിംഗ് എന്നുള്ള പരിപാടി ഉണ്ടല്ല, ആ പരിപാടി റദ്ദാക്കി നമ്മൾ അൻസാരി ഉസ്താദിന്റെ ഹിന്ദു കോളിംഗ് എന്നുള്ള ഒരു മനോഹരമായ പരിപാടി ഉണ്ടല്ല, ആ പരിപാടി ഇന്ന് തുടങ്ങി. അതായത് നമ്മൾ ആർപി ഹുസൈൻ ഉണ്ടല്ല, ഏതോ ഒരു സ്ഥലത്ത് നടത്താൻ വിചാരിച്ച കോയ കോളിംഗ് എന്നുള്ള പരിപാടി ഉണ്ടല്ല, അത് ആൾക്കാർ വരാത്തതിനാൽ റദ്ദാക്കി. എന്നിട്ട് നമ്മൾ ആർപി ഹുസൈൻ പറയുന്നത് അത് മുസ്ലിങ്ങളെ ഭീഷണി മൂലമാണ് ആ പരിപാടി റദ്ദാക്കിയത്. സത്യം പറഞ്ഞിട്ടില്ല, ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിട്ട് ഒരാള് പോകുന്നില്ല, അതാണ് റദ്ദാക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഇതുപോലൊരു ഗതികെട്ടവൻ ആർപി ഹുസൈനെ പോലെ ഇതുപോലൊരു ഗതികെട്ടവൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് അതിനു മുന്നേ നമ്മൾ അൻസാരി ഉസ്താദിന്റെ ഹിന്ദു കോളിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതായത് നമ്മൾ അൻസാരി ഉസ്താദിനെ തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ആർപി ഹുസൈനും സംഘികളെല്ലാം അഹോരാത്രം പണിയെടുക്കുന്നുണ്ടല്ല, ആ പണിയിലേക്കുണ്ടല്ല പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു ഹിന്ദു സഹോദരൻ ഉണ്ടല്ല നമ്മൾ അൻസാരി ഉസ്താദിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുണ്ടല്ല മനോഹരമായി ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് ശ്രീഹരി എന്ന് പേരുള്ള ഹിന്ദു സഹോദരൻ അദ്ദേഹത്തിന്റെ മകന്റെ നൂലുകെട്ടിന് നമ്മൾ അൻസാരി ഉസ്താദിനെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മളെ അൻസാരി ഉസ്താദിനുണ്ടല്ല ഞാനടങ്ങുന്ന ഹിന്ദുക്കൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടില്ല. ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഉസ്താദ് ശ്രീഹരിയുടെ വീട്ടിൽ പോകുമ്പോൾ ഉസ്താദിന് അവിടെ കിട്ടുന്ന സ്വീകരണം ഉണ്ടല്ല, ആ സ്വീകരണം കണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങളെ കണ്ടില്ല, കണ്ണ് നിറഞ്ഞു പോകും. പക്ഷെ അതേ സമയം ഉണ്ടല്ല നമ്മൾ ആർപി ഹുസൈന്റെ സംഘടൊക്കെ കണ്ടിട്ടില്ല, ആ കണ്ടിട്ടില്ല മിഴിഞ്ഞ് കണ്ടിട്ടില്ല താഴെ വീണു പോകും. എന്തായാലും നമുക്കുണ്ടല്ലോ നമ്മളെ ശ്രീഹരി ഉണ്ടല്ല അൻസാരി ഉസ്താദിനെ ക്ഷണിക്കുന്ന ആ മനോഹരമായ വീഡിയോ കാണാം. അതിന് മുന്നേ ഉണ്ടല്ല നമ്മൾ ആർപി ഹുസൈന്റെ ചെറിയൊരു കുരുപൊട്ടൽ കണ്ടിട്ട് ആ മനോഹരമായ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ആളുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഒരു ആട്ടിൻതോലിട്ട ഒരു ജിഹാദി, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നല്ല, നല്ല അസൽ ജിഹാദി തന്നെയാണ്. ആൾ ചെയ്യുന്ന എന്താണ്, പൊതുജനങ്ങളുടെ ഇടയിൽ താൻ ഒരു വലിയ സ്വീകാര്യനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമർശകരാരെങ്കിലും പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടുക്കാനുള്ള ഒരു മതേതര പരിച അതും കൂടി ഉണ്ടാക്കിയെടുക്കും. ഹലോ നമസ്കാരം സാർ. നമസ്കാരം. ആരാ? ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, ഫേസ്ബുക്കിൽ കാണാറുള്ളതാണ്. പേരെന്താ? ശ്രീഹരി എന്നാണ് പേര്. മൊത്തം ഞാൻ സ്നേഹത്തൊരു കാര്യം പറയും, ആരാധകൻ എന്നുള്ള വാക്കങ്ങ് ഉപേക്ഷിച്ചട്ടെ. ഇഷ്ടക്കാരൻ സ്നേഹിതൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വാക്ക്. തീർച്ചയായും. ഞാൻ ഒരിക്കൽ എന്റെ പെങ്ങളെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു, പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്റെ കുട്ടിയുടെ 28 പറ്റുമെങ്കിൽ ആ ചടങ്ങിൽ ഒന്ന് വന്ന് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം. ഉറപ്പായിട്ട് നിങ്ങളെ എനിക്ക് അത്ഭുതം വന്നറിയോ, നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നുണ്ട്, അതായത് ഹിന്ദു സഹോദരങ്ങളുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിച്ച് അവരെ അപ്പൊ ഞാൻ ആലോചിച്ചു ശ്രീഹരി ഒന്നും ഈ വീഡിയോ കാണുന്നില്ലേ? ഞാനൊരു ഒന്നാന്തര ജിഹാദിയാണെന്ന് അവൻ അദ്ദേഹം ഇത്രയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് നിങ്ങളൊന്നും ഇത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്റെ കാപട്യം. അപ്പൊ എന്നാ ഡേറ്റ് എന്നാ മോനെ? ഉസ്താദിന് ബുദ്ധിമുട്ടില്ല, ഈ വരുന്ന 24-ാം തീയതി ഞായറാഴ്ചയാണ്. സ്ഥലം കരുനാഗപ്പള്ളി വെളുത്തമണൽ എന്ന് പറഞ്ഞ്, വെളുത്തമണൽ ജുമാ മസ്ജിദിന്റെ അടുത്താ വീട്. ഞാൻ രാവിലെ തന്നെ അവിടെ ഉണ്ടാവും. നിന്റെ കൊച്ചിന്റെ 28 ആ 28. എന്റെ പാരന്റ്സ് രണ്ടുപേരും മരിച്ചുപോയതാണ്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞാനും പെങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ കാര്യം ഞായറാഴ്ച രാവിലെ എന്നെ ഒന്നും കൂടെ വിളിക്കണം. തീർച്ചയായും. ആർപി ഹുസൈന്റെ കുരുപൊട്ടലും അതിന് നമ്മൾ സ്വീകരിയപ്പോഴുള്ള നല്ലവരായ ഹിന്ദുക്കൾ കൊടുക്കുന്ന മനോഹരമായ മറുപടി നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്കിട്ടല്ല അമ്പലത്തിന്റെ മുന്നിൽ താമസിക്കുന്ന ശ്രീഹരിയുടെ വീട്ടിലേക്ക് മുസൽമാനായ നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, ഉസ്താദ് പോകുന്ന ആ മനോഹരമായ ദൃശ്യം കൂടി കണ്ടാലോ. പേരെന്താ? ശ്രീഹരി എന്നാണ് പേര്. ഞാൻ ഒരിക്കൽ എന്റെ പെങ്ങളെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു, പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്റെ കുട്ടിയുടെ 28 പറ്റുമെങ്കിൽ ആ ചടങ്ങിൽ ഒന്ന് വന്ന് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം. ഉറപ്പായിട്ട്. ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവേരിക്ക് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവേരിക്ക് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത്
കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്ന. കണ്ടല്ലോ ഈ മനോഹരമായ ദൃശ്യം കാണുമ്പോൾ സംഘികൾക്കും ആർപിക്കുസനൊക്കെ എങ്ങനെ കുരുപൊട്ടാതിരിക്കും. അൻസാരി ഉസ്താദിന് ആ വീട്ടിൽ ശ്രീയരുടെ വീട്ടിൽ കിട്ടിയ സ്വീകരണം കണ്ടില്ലേ? ഇതുപോലൊരു സ്വീകരണം ഉണ്ടല്ല. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, നമ്മൾ വിശകലക്കോ കൃഷ്ണരാജിനോ എന്തിനാ നമ്മൾ ആർപിക്കുസനല്ലേ, ആർപിക്കുസനെ ഏതെങ്കിലും ഒരു വീട്ടിൽ കിട്ടുമോ? നമ്മളെ വിശകലക്കം നമ്മളെ കൃഷ്ണരാജ് വക്കീലുണ്ടല്ല, ഹിന്ദുക്കളുടെ വീട്ടിൽ പോലും ഇതുപോലെ സ്വീകരണം കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ ആർപിക്കുസൻ ഉണ്ടല്ല, ഹിന്ദുവിന്റെ വീട്ടിലായാലും ശരി, മുസ്ലിമിന്റെ വീട്ടിലായാലും ശരി, ക്രിസ്ത്യാനിന്റെ വീട്ടിലായാലും ശരി, ഇനി ഇവരെ നിരീശ്വരവാദികളുടെ വീട്ടിലെ ആ വീട്ടിൽ പോലും ഉണ്ടല്ല അകത്ത് കയറ്റില്ല. എന്തിന്? പച്ചവെള്ളം ഉണ്ടല്ല, പച്ചവെള്ളം പോലും നമ്മൾ ആർപിക്കുസേന് കൊടുക്കൂല. എനിക്കുണ്ടല്ല ആർപിക്കുസേനോട് സംഖ്യയുടെ ഒന്നേ പറയാളൂ, ഈ സ്നേഹം ഉണ്ടല്ല അൻസാരി ഉസ്താദ് ഉണ്ടാക്കിയെടുത്തതല്ല, ഇതുണ്ടല്ല ഉണ്ടാകുന്നതാണ്. മനുഷ്യത്വമുള്ള സ്നേഹമുള്ളവർക്കുണ്ടല്ല ഇങ്ങനെയുള്ള സ്നേഹം ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള മതവും ജാതി നോക്കാതെ ഒരുപാട് ആൾക്കാരുണ്ടല്ല ഒന്നുമില്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിലുണ്ടാകും. അത് സംഘികളെ പോലുള്ള ആർപിക്കുസേനെ പോലുള്ള ആൾക്കാർക്കുണ്ടല്ല ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനോ ഇനി ഉണ്ടാകാനോ പോകുന്നേയില്ല. ഇനി നമുക്കുണ്ടല്ലോ അടുത്ത വൃത്തികെട്ട ഒരു വാർത്ത കേട്ടിട്ട് വരാം. ആർപിക്കുസേന്റെ വാർത്തയാണ്. ആ വാർത്ത പിന്നെ വൃത്തികെട്ടത് തന്നെയാണല്ലോ. അതായത് ആർപിക്കുസേൻ തന്നെ ഉണ്ടാക്കിയ കോയ കോളിംഗ് പരിപാടി ഉണ്ടല്ലോ, ആളില്ലാത്തതിനാൽ ആർപിക്കുസേൻ തന്നെ റദ്ദാക്കിയ അമനോഹരമായ വാർത്ത. മതമൌലികവാദികളുടെ ഭീഷണിയെ തുടർന്ന് മലപ്പുറത്ത് ഇന്ന് നടത്തേണ്ടിയിരുന്ന കോയ കോളിംഗ് പരിപാടിയുടെ വാർഷികം മാറ്റിവെച്ചു. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ഭീഷണിയുണ്ടായിരുന്നു. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് കോയ കോളിംഗ് പരിപാടി. തിരൂർ CV ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ടിയിരുന്ന പരിപാടിയാണ് മാറ്റിവെച്ചത്. ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ശിവദാസ്, ഈ കോയ കോളിംഗ് പരിപാടി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണല്ലോ ആരിഫ് ഹുസൈനും കൂട്ടരും നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവാദ പരിപാടി മലപ്പുറത്തിന്റെ മണ്ണിൽ വേണ്ട എന്ന ഫത്വ ആരാണ് പുറപ്പെടുവിച്ചത്? ഈ ഭീഷണിക്ക് പിന്നിൽ ഏതെങ്കിലും സംഘടനകളാണോ? എന്താണ് ഇവരുടെ ഉദ്ദേശം? കൃത്യമായി ജിഹാദികളുടെ ഭീഷണി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംഘാടകരെ എത്തിച്ചിരിക്കുന്നത്. അതായത് പക്ഷേ ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങളും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയുമാണ് ജിഹാദികളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർന്നത്. ആരിഫ് ഹുസൈൻ തിരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കാല് വെട്ടും എന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ, ഇത്രയും കാലം മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയതയും വൃത്തികേടും പറ്റി അവന്റെ നാവിനോ അവന്റെ കൈക്കോ അവന്റെ തലക്കോ ഇതുവരെ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. എന്നിട്ട് ഇപ്പോഴുണ്ടല്ലോ അവൻ നടത്താൻ വിചാരിച്ച പരിപാടി ആളില്ലാത്ത റദ്ദാക്കിയന് അതുണ്ടല്ല, അതിപ്പോ മുസ്ലിങ്ങളെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കിയാണ് ഈ ആർപിക് ഹുസൈൻ. എല്ലാ വൃത്തികെട്ട ആർപിക് ഹുസൈനെ മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല നിന്റെ ഈ വൃത്തികെട്ട പരിപാടി ഉണ്ടല്ല അത് നടത്താതിരിക്കാനും അത് തടയാനും നല്ല സമയം. അവർക്കുണ്ടല്ല ഒരുപാട് നന്മകൾ ചെയ്യാൻ തന്നെ ഇവിടെ സമയമില്ല. എന്നേരാണ് നിന്റെ ഈ വൃത്തികെട്ട പരിപാടി ഉണ്ടല്ല അത് തറക്കാൻ വേണ്ടി സമയം. ഈ ആർപിക് ഹുസൈൻ ഉണ്ടല്ല സംഘികളെയും ഈ വിസർജന ടിവിയിലെ ഇവരൊക്കെ എത്രമാത്രം പറ്റിക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ആർപിക് ഹുസൈന്റെ ഉദ്ദേശം എന്താ പറയാ, ഈ പരിപാടി മലപ്പുറത്ത് വെക്കണം എന്നിട്ടല്ല ഈ പരിപാടി മലപ്പുറത്തെ മുസ്ലിങ്ങളുണ്ടല്ല അവര് തടഞ്ഞു ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ നാട്ടിലുണ്ടല്ല ഒരു വർഗീയമായ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അത് മാത്രമല്ല ഇപ്പൊ ഇവന്റെ പരിപാടി കാണുന്നുണ്ടല്ലോ ഒരു കുട്ടി പോലും വരുന്നില്ല. ഇതിപ്പോ വിവാദമാക്കി എങ്ങനെയെങ്കിലും ഇവന്റെ പരിപാടി കണ്ടില്ല ഒരു 10 ആളാ ഒന്നുമില്ലെങ്കിലും വിവരം ബുദ്ധിയില്ലാത്ത ഒരു 10 സംഖ്യകളുണ്ടല്ല അവരെങ്കിലും കൊണ്ടുവരണം. അതാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശം ഉണ്ടല്ല വിവരവും ബോധവും ബുദ്ധിയില്ലാത്ത സംഖ്യക്ക് ഉണ്ടല്ല സംഖ്യക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുംഭമേള നടന്നിട്ടുണ്ടല്ല മലപ്പുറത്ത് ഒരു കുഴപ്പമുണ്ടായില്ല. കുംഭമേള കൊണ്ടുണ്ടല്ല മലപ്പുറത്തിന് നല്ല പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും കുറച്ചെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ല അവര് വരെ കുംഭമേള കൊന്നിട്ടുണ്ടല്ല മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അവരുടെയൊക്കെ തെറ്റിദ്ധാരണ കുംഭമേള കൊണ്ട് മാറി. അങ്ങനെ ഒരു നല്ല കാര്യമുണ്ടല്ല കുംഭമേള കൊണ്ട് നടന്നു. അവിടെയാണ് ഇവനൊരു വൃത്തികെട്ട പരിപാടി വെച്ചിട്ട് മുസ്ലിങ്ങൾ തടഞ്ഞെന്നും പറ്റി പച്ചക്കള്ള അടിച്ചു വിടുന്നത്. എല്ലാ ആർപിക് ഹുസൈനും നിന്റെ വായിന്നുണ്ടല്ല ഇതുപോലത്തെ നട്ടാമുളക്കാത്ത കള്ളങ്ങൾ മാത്രമേ വരുമല്ലേ. എന്തായാലും ഇതുപോലത്തെ വേട്ടാവളിന്റെ പരിപാടിക്കുന്നുണ്ടല്ല ഒരാളും പോകുന്നില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യാട്ടാ. അതായത് 24 മണിക്കൂറും വർഗീയതയും മുസ്ലിം വിരുദ്ധയും പറഞ്ഞ ഇവന്റെ പരിപാടി കണ്ടല്ല സംഘികൾ തന്നെ ഇപ്പൊ പോകാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അൻസാരി ഉസ്താദിനുണ്ടല്ല സ്നേഹത്തോടു കൂടി ഹൈന്ദവരുണ്ടല്ല അവരുടെ വീട്ടിലേക്ക് നല്ല മനോഹരമായിട്ട് ക്ഷണിക്കുന്നത്. ഇനിയുണ്ടല്ല അൻസാരി ഉസ്താദിന ശ്രീകരിയപ്പോഴുള്ളവരുണ്ടല്ല അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മളെ സംഖ്യയുടെയും നമ്മളെ ആർപിക് ഹുസൈന്റെ കുരു ഉണ്ടല്ല ആ കുരു എമ്മാതിരി പൊട്ടലായിരിക്കും കണ്ടു തന്നെ നമ്മൾ അറിയണം. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ അൻസാരി ഉസ്താദിനെ അതിമനോഹരമായി ക്ഷണിക്കുകയും അതിൽ മനോഹരമായിട്ട് സ്വീകരിക്കുകയും ചെയ്ത ശ്രീകരിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.